എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരിലാണ്. അപ്പോൾ ഇന്ന് ഉദയ്പൂരിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അതെ, കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കറങ്ങാൻ പോവുകയാണ്. അതെ, ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊന്നൊരു ദിവസമൊക്കെ റെസ്റ്റ് എടുത്തു. ജസ്റ്റ് ചുമ്മാ പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ തന്നെ ഒന്ന് എൻജോയ് ചെയ്തു. അതെ, ഉദയപൂർ വന്നിട്ട് ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല, സമയം പോകുന്നത് അറിയുന്നില്ല. കുറേ ദിവസം ഇവിടെ തന്നെ ഇങ്ങനെ വട്ടം ചുറ്റി നിന്നു, പോകാനും തോന്നുന്നില്ല. ആ മൈൻഡായി ഇവിടെ വന്നിട്ട്. സത്യം, ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പിൽ നമ്മൾ ആദ്യം ഞങ്ങൾ വെച്ച് ജയ്പൂരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തതെന്ന്. പക്ഷേ ജയ്പൂരിനേക്കാളും സമയം ഞങ്ങൾ ഉദയ്പൂരിൽ നിന്നു. അപ്പോൾ ഇവിടെ വന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് ഞങ്ങൾക്ക് കൂടെ ഒരു ഗ്രൂപ്പ് കമ്പനി കിട്ടി. അപ്പം എല്ലാവരും ഇങ്ങനെ നാളെ പോവാന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ എല്ലാവരും എന്നിട്ട് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, അങ്ങനെ ഇതുവരെ ആരും പോയിട്ടില്ല. അതെ, എല്ലാവരും അതുകൊണ്ട് കമ്പനിയൊക്കെ കൂടി ഇങ്ങനെ സ്റ്റേ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തോടെ സ്റ്റേ അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരുടെയും പ്ലാൻ. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ നൂഡിൽസ് എത്തിയിരിക്കുന്നു. ഇനി ഒരു സാൻഡ്വിച്ചും കൂടെ വരാനുള്ളൂ. ഞങ്ങൾ വെജ് സാൻഡ്വിച്ചാണ് പറഞ്ഞത്. പൊന്നതവിടെ നൂഡിൽസ് കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാൻ കഴിച്ചത് കഴിഞ്ഞു. ഇതുകൊണ്ട് ഈ കടയ്ക്കകത്ത് തന്നെ ഒരു മരം നിൽക്കുന്നുണ്ടോ. വണ്ടി ഒരു 5 മിനിറ്റ് സ്റ്റാർട്ടായി നിൽക്കട്ടെ. കുറച്ച് പണിയുണ്ട്. ഗ്ലാസ് തുടയ്ക്കണം, ഇവിടെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഗ്ലാസ് തുടയ്ക്കണം. പിന്നെ വൈപ്പറിൽ വെള്ളം തീർന്നു, അപ്പോൾ അതും കൂടെ ഒഴിക്കണം. ജയ്പൂരിൽ നിന്ന് പോകുന്നപ്പോൾ വണ്ടി കഴുകണമെന്ന് ഓർത്ത് ആദ്യം ജയ്പൂരിൽ എന്നിട്ട് കഴുകാമെന്ന് വെച്ചു. പിന്നെ ഓർത്ത് ജയ്പൂരിൽ നിന്ന് പോരുമ്പോൾ കഴുകാമെന്ന് വെച്ചു. എന്തായാലും കഴുകാനാ നന്നായി, കാരണം ഇവിടെ കൊണ്ടുവന്നിട്ടും ഭയങ്കര പൊടിയായി. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയിലെല്ലാം പൊടിയാണ്. ഇന്നാണ് കിളിയായത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂർ ഓൾഡ് സിറ്റിയിലാണ്. ഓൾഡ് സിറ്റിയിലെ വഴികളെല്ലാം കുഞ്ഞതാണ്. അതെവിടെ പോയാലും അങ്ങനെ കേട്ടോ. നമുക്കിനിയിപ്പം പോകേണ്ടത് മാർബിൾ ഡംപിങ് യാർഡിലേക്കാണ്. അപ്പോൾ അതിവിടുന്ന് ഒരു 10-70 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് ലേക്ക് പിച്ചോളയാണ്. ലേക്ക് പിച്ചോളയുടെ തീരത്തായിരുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഈ വഴി നേരെ ചെന്ന് നിൽക്കുന്നത് ലേക്ക് പിച്ചോള എടുത്തോട്ടാണ്. അല്ല, ലേക്ക് പിച്ചോളയല്ല, ഫത്തേസാഗർ ലേക്ക്. അതെ, ആ കാണുന്ന ഫത്തേസാഗർ ലേക്കാണ്. നമുക്കിവിടുന്ന് തിരിഞ്ഞ് പോവാം, ഹൈവേ കാരണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മഞ്ഞുള്ള സ്ഥലത്തേക്കാണ്. ഫുൾ മഞ്ഞായിരിക്കും. അപ്പം പുത്തേൺ ഫാമിലി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉദയ്പൂർ ന്യൂ ടൗണിൽ നമ്മൾ കയറിയില്ലല്ലേ? ഇല്ല, നമ്മൾ കയറിയില്ല. ഓൾഡ് സിറ്റിയുടെ അതുവഴിയാണ് കൂടുതലും നടന്നത്. ഈ ഉദയ്പൂർ നല്ലൊരു ടൗണാണ്, നല്ല ടൗണാണ്. ഇപ്പോൾ ഓൾഡ് സിറ്റിയിലെ ഗളികളൊക്കെ ആണെങ്കിലും നല്ല ക്ലീനാണ് മൊത്തത്തിൽ. നമുക്ക് ജോധ്പൂരിൽ നിന്ന് വേണം ഡയറക്റ്റ് ഉദയ്പൂർ വരാമായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി പോകാനുള്ള മൈൻഡിലാണ് നേരെ ജയ്പൂരൊക്കെ പോയിട്ട് വന്നത്. നമ്മൾ ടൗണിൻ്റെ മെയിൻ ഏരിയയിലൊക്കെ വിട്ടിങ്ങോട്ട് ഇറങ്ങി. ജയ്പൂർ 403, ജോധ്പൂർ 263, മൗണ്ട് അബു 165 കിലോമീറ്റർ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കിഷൻപുര മാർബിൾ ഡംപിങ് യാർഡിലേക്കാണ്. അല്ലാണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കിഷൻഘട്ടിലും ഉണ്ടായിരുന്നു ഒരു മാർബിൾ ഡംപിങ് യാർഡ്, പക്ഷെ അവിടെ നമ്മൾ പോയില്ല. അതുകൊണ്ട് അതെല്ലാം പൂക്കളും അതെല്ലാം വിൽക്കുന്ന ആൾക്കാരുടെ വീടാണ്. അപ്പുറത്തതേ കമ്പിളികളും ഉണ്ട് ഇഷ്ടംപോലെ. ഉദയ്പൂർ നമ്മൾ വന്ന അന്ന് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കമ്പിളി മേടിക്കുന്നുണ്ട്, പിന്നെ മേടിക്കണ്ടേ, കാരണം തണുപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് തണുപ്പുണ്ടല്ലേ? ചെറിയൊരു തണുപ്പുണ്ട്. പിന്നെ നിന്ന് ശീലമായി തണുപ്പൊക്കെ. അതെ, ഇവിടെ ടെമ്പറേച്ചർ രാത്രി ഒരു 11-10 ഒക്കെ ഉള്ളൂ. ആപ്കി യാത്ര മംഗൽമേ ഹോ, നഗർ വികാസ് ഉദയ്പൂർ. ഇതൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സും മാളുകളൊക്കെയാണ്. നമ്മൾ നിന്നെടുത്തുനിന്നൊരു 10-74 കിലോമീറ്റർ ഉണ്ട് ഈ മാർബിൾ ഡംപിങ് യാർഡിലോട്ട്. ഇതേ ആ ലോറിയിൽ പോകുന്ന ആ മാർബിൾ ഡംപിങ് ഏരിയയിലേക്കുള്ള വേസ്റ്റ് ഇതാന്ന് തോന്നുന്നു. ഈ കാണുന്ന കടകളൊക്കെ മാർബിളിൻ്റെയാണ്. മാർബിളും ഗ്രാനൈറ്റും ഉണ്ട്. മാർബിൾ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ജോധ്പൂർ ലെഫ്റ്റ്, മൗണ്ട് അബു ലെഫ്റ്റ്, ചിത്തോർഗഡ് റൈറ്റ്, ഉദയ്പൂർ എയർപോർട്ട് റൈറ്റ്. നമ്മൾ ഈ വഴിക്കാണ് വന്നത് നേരെ. അജ്മീർ 255 കിലോമീറ്റർ. ശ്രീനാഥ് ജി ഉദയ്പൂർ ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ് വെൽക്കംസ് യു. ഈ ട്രെയിലറെ കൊണ്ടുവന്ന മാർബിളിൻ്റെ തോന്നുന്നല്ലേ? അപ്പം നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ 2 ദിവസത്തിൽ സുഖമായിട്ട് ഉദയ്പൂർ കണ്ടിട്ട് പോകാം. അതെ, 2 അല്ലേ 3 ആയിക്കോട്ടെ, പക്ഷെ നല്ല സുഖമായിട്ട് ഫുള്ള് കണ്ടു തീർക്കാം നമുക്ക്. നമ്മളൊരു ട്രാവലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ പതുക്കെ നിന്ന് കണ്ട് ഒരാഴ്ചയൊക്കെ വരെ എടുക്കാം. അതെ, പക്ഷെ നമ്മളൊരു ടൂറിസ്റ്റ് വൈബില് കണ്ടു തീർത്ത സ്ഥലം എന്ന് പറയുന്നത് ജോധ്പൂരാണ്. പെട്ടെന്ന് കണ്ടു തീർത്തു പോന്നു. പക്ഷെ ഉദയ്പൂരും ജയ്പൂരും നമ്മൾ ഭയങ്കര ടൈം എടുത്തു. അധികം
ടൂറിസ്റ്റ് ഏരിയയിലോട്ട് പോകാന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു നമുക്ക് അവിടെ നിന്നിടാം. നമ്മൾ ചെറിയൊരു ടണൽ കയറിയാ പോകുന്നത്. നമ്മൾ ഈ ട്രിപ്പിൽ അധികം ടണലൊന്നും കയറിയിട്ടില്ലല്ലോ. അധികം എന്ന് പറയാം ഒന്നും കയറിയിട്ടില്ല. ഇല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുമ്പം ഒരുപാട് കമ്പനികൾ കിട്ടും അല്ലേ? അതെ, ഇഷ്ടം പോലെ. കുറെ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യും, ഇഷ്ടം പോലെ ട്രാവൽ പാർട്ട്നേഴ്സിനെ മീറ്റ് ചെയ്യും. അതെ. നമ്മളിപ്പം എന്നെ ചമ്പത്തെട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടുപേരും തന്നെയുള്ള 18ാമത്തെ ദിവസമാണ്. ഡൽഹി 642 കിലോമീറ്റർ, ജയ്പൂർ 377. നല്ലൊരു ഇറക്കമാണ് ഇവിടെ. ഇവിടെയൊക്കെ ഓരോ ക്വാറികളുണ്ട്. അവിടെ ചെറിയ കൃഷിയിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. കുഞ്ഞു ഗ്രാമം തോന്നുന്നല്ലേ? ഇങ്ങോട്ടുള്ള ഏരിയ നല്ല ഭംഗി. ഈ രണ്ട് സൈഡും നിറച്ച് കൃഷിയാണ്. നെല്ല് ഗോതമ്പാന്ന് തോന്നുന്നല്ലേ കൃഷി ചെയ്തേക്കുന്നതൊക്കെ? രാവിലത്തെ ആദ്യത്തെ നേർച്ച. അതെ. ഗോമതി ചൗരാഹ ഉദയ്പൂർ ഹൈവേ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹൈവേ എന്ത് പീസ്ഫുൾ അല്ലേ, വേറെ ബഹളം ഒന്നുമില്ല, അധികം വണ്ടിയില്ല. എന്താ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഇതുപോലെ ടവർ പോലെ പണിത് വെച്ചേക്കുന്നുണ്ട്. ഇടി അത് മൊത്തം പ്രാവും കൂടാ. ഓ, ഹൈവേ കൂടെ വരുന്നോണ്ട് പെട്ടെന്ന് ഓടിയെത്തും. ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ലേക്ക് സിറ്റിയുടെ അടുത്തല്ലേ, ലേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ശ്രീനാഥ്ജി ടെമ്പിൾ ലെഫ്റ്റ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും ശിവന്റെ പ്രതിമ. അത് സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നല്ലേ? ആന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ രാജസ്ഥാൻ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഉദയ്പൂർ. ഞാൻ കുറെ ചെയ്യണമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ചെയ്തതും ഉദയ്പൂർ വന്നിട്ടാണ്. ഞാനാണെങ്കിൽ ഉദയ്പൂർ ഇന്നലെ ഞങ്ങൾ റെസ്റ്റ് ആയിരുന്നു, അപ്പം ഞാൻ മാത്രം വെളിയിലൊന്ന് കറങ്ങാനൊക്കെ പോയി. ഞാൻ പോയി ഒരു പോസ്റ്റൊക്കെ അയച്ചിട്ടുണ്ട് നാട്ടിലോട്ട്. ഉദയ്പൂരിൽ ഇവിടുത്തെ പെയിന്റിങ്സ് വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് കിട്ടും. അപ്പം അത് പഴയ പോസ്റ്റ്. അപ്പം അത് പഴയത് ഞാൻ എടുത്തില്ല, ഞാൻ പെയിന്റിങ് വെച്ചുള്ള എടുത്തത്. അപ്പം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റൊക്കെ അയച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹിമാചലിൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ അതിയായ ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഹിമാചലില് അങ്ങോട്ടൊക്കെ വഴിയൊക്കെ അടഞ്ഞു പോയായിരുന്നു. അതെ. അപ്പൊ പിന്നെ ഇവിടെ ചെയ്യാന്ന് വെച്ചു. നമ്മൾ അങ്ങോട്ട് അടുക്കാറായണ്ടാന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ മാർബിൾ കാണുന്നുണ്ട് ഇവിടെ. എല്ലാം മാർബിൾ കടകളാണ് മൊത്തം. രണ്ട് സൈഡും മാർബിളാ. മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഉദയ്പൂരിലേക്ക് വന്നപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയതല്ല റെഡ് സാൻഡ് സ്റ്റോണും എന്താ ഗോൾഡൻ സാൻഡ് സ്റ്റോൺ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ മാർബിൾ ഉണ്ട് എന്തായാലും. ചിത്തോർഗഡ് റൈറ്റ്. ചിത്തോർഗഡ് മാത്രം നമ്മൾ എന്നിട്ട് മ്യൂസിയത്തിൽ കയറാൻ പറ്റാഞ്ഞ, മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നോണ്ട്. ബാക്കി എല്ലായിടത്തും നമ്മൾ അത്യാവശ്യം ഫുൾ കവറായി. എന്തായാലും മാർബിൾ അല്ലേ? ഇവിടെ ഈ റൂട്ട് ഇങ്ങോട്ട് വന്നിട്ട് എങ്ങോട്ട് നോക്കിയാലും മാർബിളേ കാണാനുള്ളൂ. ആ മന്ദിരം ഉണ്ടോ, അത് നല്ലൊരു മാർബിൾ വൈബ് വരുന്നില്ലേ? വെള്ളയും കൂടെ ആയിട്ട്. നല്ല അൽവാ കഷ്ണം അടുക്കി വെച്ചേക്കുന്നവരുണ്ടല്ലേ മാർബിൾ ഇരിക്കുന്നു. സത്യം. ദേ അങ്ങ് അപ്പുറത്തോട്ട് കണ്ടോ, കാണാ നിനക്ക്? ഇതുണ്ടോ? ആ അകലെ കാണുന്നതൊക്കെ മാർബിളിന്റെ ഇതാ, ക്വാറിയാ. അതെ, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഇല്ലേ ലെഫ്റ്റ് സൈഡില്, അവിടെ ചെറുതായിട്ട് വെള്ള കളർ കാണുന്നുണ്ടോ? ഡംപിങ് യാർഡ് ആയിരിക്കും. മാർബിൾ ഡംപിങ് യാർഡ്. അത് ഇവിടുന്ന് തിരിഞ്ഞു പോന്ന്. അത് കണ്ടോ, മഞ്ഞല്ലേ മഞ്ഞ്. നോക്കൂ എന്ത് വെളുത്ത മല. രാജസ്ഥാനിലെ മഞ്ഞുകൾ, മഞ്ഞുമലകൾ. ഇതുണ്ടോ മാർബിൾ പൊടിച്ചിട്ടേക്കുന്നല്ലേ? ബാക്കി വന്നിരിക്കുന്ന വേസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം വേണ്ട ആളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്ന വണ്ടി. നല്ല ബാക്ക്ഗ്രൗണ്ട്. നമുക്കേ ഈ ദശയിൽ പോയി നോക്കാം. ഇവിടെ അധികം ആളെ കണ്ടില്ല. ഈ കാണുന്നുണ്ടല്ലോ, അവിടെ വെള്ളം ഉണ്ടായിരുന്നു നാളെ കണ്ട് ഫോട്ടോയ്ക്ക്. വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, നല്ല നീല കളറിലിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരാമെന്ന്. ഇവൾ ആദ്യം എന്നോട് പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് അപ്പുറത്തൂടെ പോവാന്ന് പറഞ്ഞു. കണ്ടോ നല്ല സ്ഥലമല്ലേ, നല്ല രസമുണ്ട്. വേറൊരു വൈബുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇതുണ്ട്, ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പൊട്ടി ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോകാൻ തോന്നുന്നല്ലേ? ഇതുവഴിയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നതാന്ന് തോന്നുന്നു. നമുക്ക് ചുമ്മാ അപ്പുറം വരെ പോയിട്ട് വരാം. ഇതൊക്കെ ഒരുമാതിരി വെള്ളം ഒഴുകിയ പോലെ ഇരിക്കുന്നല്ലേ? ഇതൊരു മതിൽ പോലെ ഇരിക്കുന്നത് ഈ ഡംപിങ് യാർഡിലൂടെ. ഇനി അവിടെ അങ്ങോട്ട് ക്വാറിയൊക്കെയാ. നമുക്കേ ഇതുവഴി പോയിട്ട് ഇങ്ങനെ നടന്ന് അതുവഴി ചെല്ലാമെന്ന് നോക്കാം. നോക്കിയിട്ട് അത് ചെല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കാം. ഇടയ്ക്ക് കുഴിയൊക്കെ ഉണ്ട്. അതെ,
ഫോണൊക്കെ സൂക്ഷിക്കുക. ഫോണെങ്ങാനും താഴെ പിന്നെ കിട്ടിയേട്ടാ എങ്ങനെ എടുക്കുമോ. ഈ മാർബിൾ ഡംപിങ് യാർഡിൻ്റെ ചുറ്റിനും ഇതുപോലെ ഓരോ ക്വാറികൾ. അതെ, അതും ഒരു ക്വാറിയാണ്. ഇത് ചോക്ക് പോലെ ഉണ്ട്, ചോക്ക് ഉണ്ടോ? ശരിയല്ലേ? നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന ഫീലുണ്ട്. കണ്ട ക്രാക്ക് കൊള്ളാല്ലേ? ഇവിടെയൊക്കെ ഇതുണ്ടോ? ഈ ഇതിൻ്റെ നടുക്കൊരു മരം. അത് കൊള്ളാല്ലേ? നമ്മളാ നീല വെള്ളം തപ്പി നടക്കുമായിരുന്നു. നീല വെള്ളം ഇവിടെയാ. നല്ല രസമുണ്ടല്ലേ? നല്ല വ്യൂ. എന്നാലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നീല വെള്ളം വന്നേ. ഇവിടെ എല്ലാം വെഡിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുക. എൻഗേജ്മെൻറ്റ്, സേവ് ദ ഡേറ്റ് എല്ലാം ഉണ്ട്. ആ മരം അവിടെ നാട്ടി വെച്ച പോലില്ലേ? വെള്ളം കണ്ടു, എന്ത് ക്ലിയറാ. വെള്ളം തൊട്ട് നമുക്ക് തണുപ്പുണ്ടോന്നറിയാം. അതാ ഞാനിപ്പോൾ ആലോചിച്ചേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. മാർബിളിൽ ഇതായിരിക്കും ആയിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ എങ്ങനെ വെള്ളം കയറിയ ഭയങ്കര ഡൗട്ട്. നമ്മളെ അപ്പുറത്തെ വഴിക്കൂടെ കയറി വന്നോണ്ടാ. ഇവിടെ ചാർജ് ഉണ്ട്, ഒരാൾക്ക് 100 രൂപ. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവിടെ ആളൊന്നും കണ്ടില്ല. നമ്മൾ പുറകെ കൂടെ വന്നത്. ഇതായിരുന്നു മെയിൻ എൻട്രൻസ്. ഇതാണ് ഈ വെള്ളത്തിലോട്ട് വരുന്ന ആദ്യത്തെ എൻട്രൻസ്. ഇവിടുത്തെ വെള്ളം എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യൽ ലീക്കാണ്, ഇവർ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നതാണ്. ഇത് വഴിയാണ് വെള്ളം വരുന്നത്. ഇവിടെ അതൊരു ഓസുണ്ട്, ആ പൈപ്പിൽ കൂടെ വെള്ളം വരും. ഇതിൻ്റെ അടുത്തോട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു രീതിക്കുള്ളതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പുറത്ത് നോക്കിയപ്പോഴും വെള്ളം എല്ലാം പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആ ഏരിയയിലായിരിക്കും, മഴയുള്ള വല്ല സമയത്തായിരിക്കും വെള്ളം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല. ഇനിയിപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. അതെ, നമ്മളിതേ മാർബിൾ ഡംപിങ് യാർഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറേ നേരം അവിടെ കഴിഞ്ഞു. അതെ, അവിടെ തന്നെ നിന്നു. സൺസെറ്റിന് ബാഹുബലി ഹിൽസ് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു. അതെ, മിക്കവാറും ചെല്ലുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും. ഇവിടെ ഇപ്പോഴത്തെ തണുപ്പിന്റെ കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് സൂര്യൻ നേരത്തെ അസ്തമിക്കും. 6 മണിന്ന് പറഞ്ഞാൽ 5:45 ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ 6:15 സൂര്യാസ്തമയം വെതർ അപ്ഡേറ്റില്. പക്ഷെ ഒരു 5:45 ആകുമ്പോഴത്തേക്ക് താഴും. ഇതേ മാർബിളിലോട് പോന്നെ എന്തേരല്ലേ പോന്നേ? ഇഷ്ടം പോലെ വണ്ടിയൊക്കെ ഉണ്ട് മാർബിളിലോട്. ഇവിടെ ഫുള്ള് ഈ സൂര്യൻ ഈ മേഘങ്ങളുടെ ഇടയ്ക്കാണ് നിൽക്കുന്നല്ലേ. അതിന്ന് മൂടലുള്ളതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാഹുബലി ഹിൽസ് ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് സമയം ഒരു വഴിയാവും. അപ്പൊ ഇവിടുന്ന് 19 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ തന്നെ സമയം 4 മണി കഴിഞ്ഞു. 4:30 ആറായി. 4 അല്ല 5 ആയില്ലേ? 5 ആയോ? അല്ല 4:30. 4:30 ആയതേ ഉള്ളൂ. അപ്പം ഒരു കാര്യം ചെയ്യില്ലേ, നമുക്ക് ഈ മലയുടെ മേളിലെങ്ങാനും കയറി സൂര്യാസ്തമയം കാണാം. നമ്മളെന്നും സൺസെറ്റ് ലേക്ക് പിച്ചോളയുടെ തീരത്താ പോയി കണ്ടോണ്ടിരുന്നേ. ശരി, ഇത്രയും ദിവസത്തെ സൺസെറ്റ് അവിടെ ആയിരുന്നു. ഇത് ഈ ടൗണിന് മേളിൽ കൂടെ ഉള്ള ഫ്ലൈ ഓവറാണ്, നല്ല വലിയ ഫ്ലൈ ഓവർ. ആ സൈഡിൽ വീടുകളുടെ എല്ലാം അങ്ങോട്ടുള്ള വഴിയുണ്ടോ? എല്ലാം കുഞ്ഞു വഴിയാ. ഇവിടെ അല്ല അതല്ലേ. ഉച്ചക്കൊന്നും കഴിച്ചില്ല, പക്ഷെ വലിയ വിശപ്പില്ലല്ലേ? ഇല്ല, നമുക്ക് സൺസെറ്റിന്റെ അവിടെ പോയിട്ട് വയ്ക്കാം. ഇവിടുന്ന് മുംബൈ 789 കിലോമീറ്റർ, അഹമ്മദാബാദ് 295 കിലോമീറ്റർ. നേരെ മുംബൈക്ക് പോയാലോ? നേരെ പോവാം, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ എങ്ങോട്ട് പോകാൻ റെഡിയാണ്, എനിക്കും മടുപ്പൊന്നുമില്ല. നിന്നെ ഇവിടെ നിന്ന് ഉടനെ തന്നെ പാക്ക് ചെയ്ത് പഠിക്കാൻ വിടും. വേണ്ട, ഞാൻ പോകുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സെമസ്റ്റർ കൂടെ ഉള്ളൂ, അതുകൊണ്ട് ചെല്ലാനൊരു മനസ്സുണ്ട്. എങ്ങനെയാലും ഇനി കോളേജ് ചെല്ലണം. സൂര്യനൊക്കെ പെട്ടെന്ന് താന്ന് വരുന്നതല്ലേ? മുമ്പേ ആ സൈഡിലായിരുന്നു, ഇപ്പൊ അത് അടുക്ക് വന്നു. സ്ഥലപ്പേര് കേട്ടോ, ഉപ്ലി ഓടൻ. സ്ഥലപ്പേരാണോ? അങ്ങനെ അവിടെ ബോർഡ് ചെയ്ത് വെച്ചേ നേരെ. ഇന്നും മിക്കാറും ബാഹുബലി ഹിൽസിന്റെ പൊക്കത്തിരുന്ന് സൺസെറ്റ് കാണാൻ പറ്റും തോന്നുന്നില്ല. വേണേ വണ്ടിക്കകത്തിരുന്ന് കാണാം, നോക്കാം. അതെ, ഈ ബാഹുബലി ഹിൽസില് സൺറൈസിന് പോകണമെന്ന് തന്നെ ആദ്യം പ്ലാൻ ചെയ്തേ, പിന്നെ സൺസെറ്റായി മാറി. അതെ, അപ്പം സ്വാഭാവികം. അതന്നെ. അപ്പം ഇന്ന് നമ്മുടെ ഉദയ്പൂരിലെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ലാസ്റ്റ് അല്ലേ, ഇന്നാണ് ഒറിജിനൽ ലാസ്റ്റ് എന്നാണ് ഞങ്ങൾ. ഉറപ്പാണല്ലോ, നെക്സ്റ്റ് എന്തെയ്യില്ല. ഈ ട്രിപ്പില് മൊത്തത്തില് വീട്ടുകാരെല്ലാവരും ഉണ്ടെന്നപ്പോഴാണേലും ഞാൻ ആകെ കണ്ട സൺറൈസ് ഡൽഹൌസിയിലെ. അതെനിക്ക് അത്ര ആഗ്രഹിച്ചു പോയി കണ്ടാണ്. നമ്മള് തന്നെയാണേലും ആകെ ഞാൻ സൺറൈസ് കാണുന്നപ്പോഴെന്നറിയോ, പമ്പലി അടക്കുമ്പോ രാവിലെ അതാണ് നമ്മൾ കണ്ടോണ്ടിരുന്ന സൺറൈസ്. അതെ, പോത്തുകുട്ടന്മാര് വഴി ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, നല്ല രസമില്ലേ? ഇങ്ങോട്ടൊക്കെ കാണാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലേ?
ഇവിടെയൊക്കെ ആൾക്കാർ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന പട്ടിതയൊക്കെ കെട്ടി. അങ്ങോട്ട് പോയപ്പം ആദ്യത്തെ ദക്ഷിണ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എത്ര ദിവസമായിരുന്നല്ലേ നമ്മൾ ഇങ്ങനെയുള്ളൊരു കൃഷിയിടം കണ്ടിട്ട്? സത്യം, ഇത്രയും പച്ചപ്പും കണ്ടിട്ട് ദിവസങ്ങളായി. ആ, ഭയങ്കര ഗ്രീനറി. അവരൊക്കെ അവിടെ പച്ചക്കറിയൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ട്, അവിടെ എല്ലാം പച്ചക്കറി വിൽപ്പനയാ. കർഷകർ തന്നെ കൊണ്ടുവന്ന് ഡയറക്റ്റ് വിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ന് സൺസെറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇവിടെ എല്ലാം ബ്ലോക്കായി. നേരെ റൂമിലോട്ട് വിട്ടോ, ഇല്ലേ വഴിയിലൊതുക്കെ ഞാൻ ചായ വെച്ചുതരാം. ചായ വെക്കാനും നിർത്താൻ സ്ഥലമില്ല. അതാ പ്രശ്നം. വഴിപണി നടന്നുകൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാൻ നോക്ക്, അതേ നടക്കുള്ളൂ. ഫുള്ള് ബ്ലോക്കാ. ഇവിടെ എന്താ തിരക്കെന്നറിയോ? നമ്മൾ കണ്ടില്ലേ പുറയില വണ്ടി കിടക്കുന്നേ, അതിന്റെ ആയിരുന്നു തിരക്ക്. അപ്പൊ ഒരു ലൈനേ പോകണ്ടായിരുന്നുള്ളൂ. സൺസെറ്റ് ഉണ്ടല്ലോ പന്നു. ഞാൻ കണ്ടേ, ഞാൻ അവിടുന്നേ കണ്ടു. ചെല്ലുമായിരിക്കും നമ്മൾ. ഇനിയും ഉണ്ടൊരു 10-15 കിലോമീറ്ററൂടെ. ഇനിയും നമുക്കുണ്ടല്ലോ 15 അല്ല 20 കിലോമീറ്റർ ഉണ്ട്. 5:15 എങ്ങനെ പിടിച്ചാലും 6 മണിയാവും ചെല്ലുമ്പോ. 6:15 സൂര്യാസ്തമയം എന്നാണ് എന്റെ വെതർ അപ്ഡേറ്റ്സ്. അവിടെ വേറൊരു കാര്യമുണ്ട്, ആ താഴത്തുണ്ട് നടക്കാനുണ്ട്, കുന്ന് കയറണം, ബാഹുബലി ഹിൽസ്. അതറിയുവാ? അത് നടക്കുന്നിടത്ത് വെച്ച് കാണാൻ മിക്കവാറും. കുറച്ചെങ്ങാണ്ട് കുന്ന് കയറിയാൽ മതി, 10-200 മീറ്ററോ അങ്ങനെ എന്താന്ന് തോന്നുന്നു കേട്ടോ. അവരാരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞാണ്. എനിക്കൊന്ന് അത് അധികം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, ചെറിയൊരിതാ. അപ്പൊ നമ്മളിനി ഇവിടുന്ന് ഹൈവേന്ന് ഇറങ്ങി പോവാ. ടൗണിന്റെ അകത്തോടുള്ള വഴിയാ ഇതിപ്പോ, കുഞ്ഞു വഴിയാ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഓൾഡ് സിറ്റിയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മളവിടുന്ന് വഴി തെറ്റുകൊണ്ട് മാപ്പ് ഇട്ടു. അല്ല, തെറ്റുകൊണ്ടല്ല, വഴി അറിയത്തില്ലാത്തതുകൊണ്ട് മാപ്പ് ഇട്ടു. പക്ഷെ അതേതോ കുഞ്ഞ് വഴി കാണിച്ച് ലാസ്റ്റ് വണ്ടി പോകത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എവിടെയെങ്കിലും ഒതുക്കി ടീ സൈഡിലോട്ട് നോക്കിയാൽ സൺസെറ്റ് കാണാം. കുറച്ചുകൂടെ ഉള്ളൊരു 10 കിലോമീറ്ററൂടെ ഉള്ളു, പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ആ വഴിയിൽ നിന്നും പിന്നെ ഏതോ ഒരു വഴിയിലോട്ട് കയറി. ഇതുവഴിയായാലും കറക്റ്റായാൽ മതിയായിരുന്നു. ഈ ബാഹുബലി ഹിൽസ് ഒക്കെ എല്ലാവരും സ്കൂട്ടറിനാണ് കൂടുതലും വരുന്നത്. ഉദയപൂരിൽ നിന്ന് എല്ലാവരും റെന്റ് എടുത്ത് അങ്ങനെ വരുന്നത്. ഇതിവിടുത്തെ പ്രോപ്പർ വില്ലേജ് ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ? അതെ. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ട് കേട്ടോ. സൂര്യൻ അവിടെ അസ്തമിക്കുന്നുണ്ട്. ഇവിടെ നിർത്തി കണ്ടോ? ഇത് റിസോർട്ടാന്ന് തോന്നല്ലേ? അതൊക്കെ ഏതെങ്കിലും ഹോട്ടലുകളൊക്കെ ആയിരിക്കും. അടുക്കാറായെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ച് മലയൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ മല കയറുക. ഇതാണ് ബഡി ലേക്ക്. ഇനിയിപ്പോൾ ബഡി ലേക്കിൻ്റെ തീരത്തോട് നമ്മൾ വന്നേ. ആ കാണുന്ന ബാഹുബലി ഹിൽസ്. ആൾക്കാരൊക്കെ മേളിൽ നിപ്പുണ്ട്. ഇവിടെ ഈ സൈഡിലെല്ലാം കടയുണ്ട്. അവിടെ എല്ലാം വണ്ടിയാണല്ലോ. അവിടെ ഇപ്പുറത്തോട്ട് വരെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു. पानी की बोतल चाहिए तो एक बोतल ले लेना है पानी की। पानी चाहिए? नहीं 20 രൂപ ലാസ്റ്റ് എൻട്രി. അതെ, വേഗം പോയിട്ട് വരാൻ പറഞ്ഞു, കാരണം വെട്ടം പോയാ ഇരുട്ടാവും തിരിച്ചിറങ്ങുമ്പോൾ. ആ വഴിയാണ് നമ്മൾ വന്നേ. കുറച്ച് കയറാനുണ്ട് ഇതുവഴി. ഇവിടേക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ മേളിൽ ചെല്ലണം നമുക്ക്. ഇവിടെ എല്ലാം ഇതുപോലത്തെ വെള്ള പ്രാണിയാണ് നിറച്ചത്. ഇവിടെ ഇതുപോലെ ഇഷ്ടംപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കടകളും ഉണ്ട്. താഴേന്ന് ഒരു 15-20 മിനിറ്റത്തെ നടത്തമുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഈ തടാകത്തിന് നടുക്കുള്ള ഈരറ്റ മലയാണ്. ബഡി ലേക്ക്. അതാണ് ബഡി ലേക്ക്. അപ്പോൾ അത് തന്നെയല്ല, ചുറ്റിനും നിറച്ച് മലകളാണ് കേട്ടോ. നമുക്ക് താഴോട്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ബാഹുബലി ഹിൽസ്. ഇതൊക്കെ ക്യാക്ടസ് അല്ലേ നിൽക്കുന്നത്? അങ്ങോട്ട് ഉണ്ടോ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. ഈ ബഡി ലേക്കിലും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ കാണുന്ന വഴി കൂടെ വന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി കൂടെ വന്നപ്പോൾ സൈഡിൽ കണ്ട മലയായത്, അതിൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ ബാഹുബലിയിൽ വന്നല്ലോ. അതെ, 2 ദിവസമായിരുന്നു പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ നടന്ന് വണ്ടിയുടെ അടുത്ത് എത്താറായി. മുത്തിരുട്ടി ബാക്കിയൊക്കെ എല്ലാവരും ഇറങ്ങിപ്പോയി. ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അപ്പുറത്ത് വെച്ചൊരു പുള്ളിപ്പുലിനെ കണ്ടത് പെട്ടെന്ന് വന്ന് കാട്ടിലോട്ട് കയറിപ്പോയി.
ഇത് കാളയാ. ഈ തവണ രാജസ്ഥാൻ വന്നപ്പോൾ ജവായിൽ പോകണമെന്ന് ഓർത്താ പുലിനെ കാണാൻ വേണ്ടി. പക്ഷെ ഇവിടെ വെച്ച് പുലിനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കറക്റ്റിനത് അവിടെ നിന്ന് വന്ന് ഇങ്ങനെ കയറി പോയി. ഈ ബാഹുബലി ഹിൽസ് നമ്മൾ നിൽക്കുന്ന ഉദയ്പൂർ ടൗണിൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഔട്ടറിലേക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചതേ മെയിൻ റോഡിൽ വന്നു. അപ്പോൾ ഇന്നത്തെ കറക്കവും പരിപാടിയെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ് ഉദയ്പൂര്. ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കണം ഹോസ്റ്റലിൻ്റെ അടുത്ത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് മസ്ജിദ് പാർക്കിംഗ് ഉള്ളത്. ഇവിടെ വണ്ടി ഓവർനൈറ്റ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ചാർജ് ഉണ്ട് 20 രൂപ. തിരിച്ച് നമ്മൾ ലേക്ക് പിച്ചോളയുടെ അടുത്തെത്തി. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. നമ്മൾ ചാന്ദ്പൂൾ പാർക്കിങ്ങിൽ തന്നെ കൊണ്ടുവരണം വണ്ടി. ഇവിടെ ഇന്ന് സ്പേസ് ഇല്ല, അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. കണ്ടിട്ട് സ്പേസും തോന്നുന്നില്ല. ഇപ്പോൾ സ്ഥലം ഇല്ലായിരുന്നു. 3-4 ദിവസം കിടന്ന പരിചയത്തിൽ. അതും പിന്നെ നാളെ രാവിലെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു വേറെ വണ്ടിയുടെ ബാക്കിലിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം സാധനങ്ങളെല്ലാം എടുത്തു. ഇനിയിപ്പോൾ റൂം പോവാം. അതെ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുൾ സെറ്റ്. അതെ, ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കണം. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലും കഴിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഹോസ്റ്റലിലേക്ക് നടക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ കയറി. ഇന്ന് ഞങ്ങൾ കുറച്ച് ചൈനീസ് പിടിച്ചു. ഇത്ര ദിവസം ആലു പൊറോട്ട കയറിയിട്ട് ഇന്ന് ചൈനീസ് പിടിച്ചു. അപ്പോൾ ഒരു ചില്ലി പൊറോട്ടയും പൊട്ടറ്റോ ചില്ലി പൊട്ടറ്റോയും കുറച്ച് നൂഡിൽസും പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോയേക്കാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയത് ഹാത്തിപ്പോൾ മാർക്കറ്റിൻ്റെ ഏരിയയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ അധികം നടന്നു പോയില്ല. അപ്പം ഹാത്തിപ്പോൾ മാർക്കറ്റിൻ്റെ അങ്ങേ അപ്പുറത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കിട്ടും. ഈ ഏരിയയിലോട്ട് നോൺ വെജ് ഐറ്റംസ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഇങ്ങോട്ട് കൂടുതൽ ഈ ഗംഗോരിഘട്ടും രാംഘട്ടും അല്ലാണ്ട് ആ ഏരിയയിലൊക്കെ കൂടുതലും വെജ് കടകളാണ്. നോൺ വെജ് കടകളുണ്ട്, പക്ഷെ കുറവാണ്. പക്ഷെ നമ്മൾ ഹാത്തിപ്പോൾ ഏരിയയിലോട്ട് പോകണേ ഉദയ്പൂരിൽ മെയിൻലി അവിടെയാണ് നോൺ വെജ് ഐറ്റംസ് കിട്ടുന്നത്. സമയം ഇപ്പോൾ 9:15. അത്യാവശ്യം ടൗണിലെ തിരക്കെല്ലാം കുറഞ്ഞു നല്ല രീതിക്ക് തന്നെ. ഇതൊക്കെ ഓരോ വീടുകളിലെ ഏരിയയിലേക്കുള്ള ഗള്ളികളാണ്. ഇതവിടെ ഉള്ളവരൊക്കെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ വഴി സൈഡിലൊക്കെ വണ്ടി ഇടുന്നുണ്ട്, കാറുകളൊക്കെ അപ്പുറത്തോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ ഇരുന്നത് കുറവാണ്. കൂടുതൽ ഇവിടെ തന്നെ ഉള്ളവരുടെ വണ്ടികൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലൊരു മലയുടെ മണ്ടയ്ക്കാണ്. ഇത് ചെറിയൊരു കുന്നാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് ഹോസ്റ്റൽ. നല്ലൊരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തെത്താറായി. പിന്നെ ഈ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്.